ദേ നമ്മൾ ഇന്ന് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് മറ്റൊരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളെല്ലാം കൂടെ വേവിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇന്ന് ഇവിടെ കുഞ്ഞുമ്മ ഒക്കെ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് ഈ ചക്ക. അപ്പോൾ പറഞ്ഞു ഇതുപോലെ തട്ടിൽ വെച്ച് ആവി കയറ്റിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു വാഴയിലേക്ക് തട്ടിലിട്ടിട്ട് ഇതുപോലെ തേങ്ങയും അതുപോലെ ചക്കയും ഉപ്പും എല്ലാം കൂടെ പുരട്ടി കറിവേപ്പിലയും രണ്ടെണ്ണം വെച്ചിട്ട് ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് വിരുന്നുകാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുമാടുത്ത് ഞാൻ ചോദിച്ചു എന്താ വേണ്ടത് കഴിക്കാനെന്ന്. പായസം വേണോ അല്ലെങ്കിൽ പുഡിങ് വേണോന്ന്. മധുരമാണേ. അപ്പോൾ പറഞ്ഞു പായസമാണ് ഇഷ്ടം എന്ന്. അപ്പോൾ ഞാൻ വേഗം തന്നെ കുറച്ച് ഗോതമ്പ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ച് നല്ലൊരു പായസം ഉണ്ടാക്കി കേട്ടോ. അപ്പുറത്ത് പായസം ഇപ്പുറത്ത് ചക്ക. അപ്പോൾ രണ്ടും ഒരുമിച്ച് അങ്ങ് റെഡി ആവുന്നുണ്ട്. ഗോതമ്പ് നുറുക്കത് പായസം ഉണ്ടാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ആക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ചക്കയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കിനും അതൊന്ന് താളിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മറ്റേ ഇതുപോലെ വെന്തില്ല കേട്ടോ. അതായത് നമ്മൾ ഈ കുക്കറിലോ അല്ലെങ്കിൽ ചട്ടിയിലോ വെച്ച് വേവിക്കുമ്പോൾ നല്ലപോലെ അങ്ങ് വെന്ത് കുഴയൂലേ. ഇത് ഫ്രീസ്ഡ് ചക്ക ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് വെന്തില്ലായിരുന്നു. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബിരിയാണി. എന്താണെന്നറിയില്ല, എപ്പോഴും ഈ ബിരിയാണിക്കാണ് കൂടുതൽ ഫാൻസ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് എളുപ്പവും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മിക്ക് ചെറുതായിട്ട് കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നുകൊണ്ട് ഉമ്മിക്ക് കുറച്ച് ബീഫ് ബിരിയാണിയും ഞാൻ ഇത് തട്ടിക്കൂട്ടി. ബാക്കിയുള്ളവർക്കെല്ലാം നല്ല ചിക്കൻ ബിരിയാണിയും വെച്ചു. ആഴ്ചയിൽ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും വന്ന് ബിരിയാണി ആയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ വിരുന്നുകാരുണ്ടാവും. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇക്കാക്കും ഹാദുക്കുട്ടനും ഇവിടെ എല്ലാവർക്കും അതെ, വരുന്നവർക്കും അതെ, എൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യാനാ. എന്നിട്ട് എന്തായാലും അങ്ങനെ ബിരിയാണി തന്നെ ഉണ്ടാക്കി. പിന്നെ ചക്കക്കൂട്ടാനും ചമ്മന്തിയും അതുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മയ്ക്ക് ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കലത്തെ വിരുന്നുകാരെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കിന് വൈകുന്നേരം വേറെ വിരുന്നുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങാ ജ്യൂസൊക്കെ ഓൾറെഡി അടിച്ച് ഞായറാഴ്ച ആകുമ്പോഴത്തേക്കിന് ഞാൻ എന്തായാലും കുറച്ച് അടിച്ച് വെച്ചേക്കും. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ക്ലാസ് ആരംഭിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഈ ഒരു 199 രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് വെർത്തായിരിക്കും കേട്ടോ. ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കാര്യം ഷുവറാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ മാസം 15-ാം തീയതി ഓൺലൈനായിട്ടാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി വ്ലോഗിലേക്ക് വരാം. അപ്പോൾ മാങ്ങാ ജ്യൂസൊക്കെ കൊടുത്തു, പിന്നെ ചായ ഇട്ടു, പിന്നെ പായസം കൊടുത്തു. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊറോട്ടയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചക്കയും ചമ്മന്തിയും അവർ നല്ലപോലെ കഴിച്ചു കേട്ടോ. ഇത് തൈര് ചമ്മന്തി ഉണ്ടാക്കിയതാണേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കയൊക്കെ ബാക്കിയെല്ലാം എപ്പോഴും കിട്ടുമല്ലോ, ചക്ക കിട്ടാത്തതാന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ലോഗ്.